ഒരുപാടായി. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എഴുന്നേക്കാം. അതൊന്നും പറ്റില്ല, എഴുന്നേൽക്ക്. എന്റെ കെട്ടിയോളെ. മോനെ അജു. ഓ, നശിപ്പിച്ച് ഈ അമ്മ. മോനെ എഴുന്നേറ്റ്, കോളേജിൽ പോകണ്ടേ? ഞാനിപ്പോ റെഡിയാകാം. A few moments later. അമ്മേ, ഞാൻ പോകുവാണേ. ഫുഡ് കഴിക്കാതെയാണോ പോകുന്നേ? ഇന്ന് നേരത്തെ ചെല്ലാൻ അച്ഛൻ പറഞ്ഞമ്മേ. ഓ, അങ്ങേര് ഫുഡും കഴിച്ച് അങ്ങേരുടെ കാര്യം മാത്രം നോക്കി അങ്ങേര് കോളേജിലോട്ട് പോയി. മോനെ, നീ കഴിച്ചിട്ട് പോയാ മതി. അല്ല അമ്മേ, അച്ഛൻ വഴക്ക് പറയും. ചെറുക്ക, നീ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചോ. ഓ, ശരി അമ്മ. ഇതിപ്പോ ആരാ? ഞാൻ പോയി നോക്കട്ടേടാ. അമ്മ. ഹായ് ആന്റി. നീ ആയിരുന്നോ? കയറി വാ. ഓക്കേ. ആരാ അമ്മേ? ഞാനാടാ. ഓ, നീ ആയിരുന്നോ? എന്താടാ, ഞാൻ വന്നത് നിനക്ക് പിടിച്ചില്ലേ? ഇല്ല. മോനെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ആമിയെ കാണാൻ, അല്ലാതെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അപ്പോ നീ അറിഞ്ഞില്ലേ? ആമി തിരിച്ചു പോയി. എപ്പോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ നൈറ്റ് പോയി. തിരിച്ചു ചെല്ലാൻ ഹോസ്റ്റലിൽ വിളിച്ചു. ഓ, എന്നാ ഞാൻ പോണ്. ഉണ്ണി, നീ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, വാ കഴിച്ചിട്ട് പോകാം. ഇല്ല, എനിക്കൊന്നും വേണ്ട ആന്റി, ഞാൻ പോകുക. ഉണ്ണി നിൽക്ക്, ഞാനും വരുന്നു. ഉണ്ണി. എന്താ? അവള് പറയാതെ പോയതിന് നിനക്ക് സങ്കടമുണ്ടല്ലേ? എനിക്ക് എന്തിനു സങ്കടം? അവൾക്ക് ഇപ്പോ എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ലല്ലോ. പഴയ ആമി അല്ലടാ ഉണ്ണി ഇപ്പോ അവള്. അതെ. അല്ല, ഇന്ന് ആ സ്വപ്നം കണ്ടോ? കണ്ടടാ, പിന്നെയും ഞാൻ കണ്ടടാ എന്റെ കെട്ടിയോളെ. എന്റെ അജു, അത് വെറും സ്വപ്നമല്ലേ? എടാ, ഒരു തവണ വന്ന സ്വപ്നമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ 2 ആഴ്ചയും ഞാൻ ഈ ഒരേ സ്വപ്നം തന്നെയാ കാണുന്നേ. എനിക്ക് ഉറപ്പാ അവൾ എന്റെ കെട്ടിയവളാ. അജൂട്ടാ. നന്ദുട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരാഴ്ച? ഓ അജൂട്ടാ, നീ ഒരാഴ്ച വീട്ടിലിരുന്ന പാടെ എനിക്ക് മാത്രമേ അറിയൂ. നിന്റെ പെണ്ണിനോട് പറ എന്നോട് ഇനി വഴക്കിടാൻ വരാതിരിക്കാൻ. അവൾ ചുമ്മാതെ ഒന്നും വന്ന് വഴക്കിടുന്നതൊന്നും അല്ലല്ലോ. അവളെ ആടിന്റെ പിന്നാലെ നടന്നതിനല്ലേ? എടാ, എനിക്ക് അങ്ങേരെ ഭയങ്കര ഇഷ്ടാ, അതുകൊണ്ട് ഞാൻ അങ്ങേരുടെ പിന്നാലെ നടക്കുന്നു. ഓ, എന്റെ നന്ദുട്ടി, നീ ഞാൻ പറഞ്ഞത് കേൾക്ക്. സത്യം നമ്മുടെ സാറാണ്. ഡാജൂട്ടാ, എനിക്കറിയാം അങ്ങേര് സാറാണെന്ന്. പിന്നെ എപ്പോഴും അസ്ഥിക്കങ്ങ് പിടിച്ച് വിട്ട് കളയാൻ തോന്നുന്നില്ല. ഉണ്ണി. ഓ, ദോ വരുന്നു. ഞാൻ പോണു ഇവിടെ നിന്ന്. ഉണ്ണി, അവൾ എന്താ പറഞ്ഞിട്ട് പോയേ? അവളൊന്നും പറഞ്ഞില്ല. ഈ ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നല്ലോ. അതിങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചു എന്ന് പറഞ്ഞിട്ട് പോയി അവള്. ഓ, വാ ക്ലാസ്സിൽ പോകാം. നന്ദന. എന്താ സാർ? തന്റെ ശ്രദ്ധ എവിടെയാ? പഠിപ്പിക്കുന്നത് വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട് സാർ, ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. ഈ ഏട്ടൻ അവളെ ഒന്ന് വഴക്ക് പറഞ്ഞൂടെ? ജെസി. എന്നാ? ആമി വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. അവളെ വന്നതും പോയതും പെട്ടെന്നായിരുന്നല്ലേ? അതെ. അല്ല, നിന്നോട് അവള് വല്ലതും പറഞ്ഞോ കല്യാണത്തിന്റെ കാര്യം? ഇല്ല ശ്യാം, അതൊന്നും അവള് പറഞ്ഞില്ല. ഇവിടെ എന്താണ് ഒരു സംസാരം? ഞങ്ങൾ ആമിയെ കുറിച്ച് സംസാരിക്കുവായിരുന്നു. ഓ, അവൾക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്. ഉണ്ണിയോട് പോലും പറയാതെയാണ് അവള് പോയത്. ഉണ്ണിയോട് പോലും പറയാതെയാണ് അവള് പോയേ? അതെ അച്ഛാ. അവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇന്ന് ഏത് രീതിയിലാണോ എന്റെ കെട്ടിയോള് വരുന്നത്? എന്റെ പൊന്ന് നന്ദുട്ടി, ഞാൻ സത്യമാണ് പറയുന്നേ. പോടാ അവിടെ നിന്ന്. എനിക്കൊന്നും വിശ്വാസമൊന്നുമില്ല. നീ വിശ്വസിക്കണ്ട. നീ വിശ്വസിച്ചിട്ട് വേണമെങ്കിൽ എന്റെ വീട്ടിൽ അരി വേവുന്നത്. നന്ദന. സാർ. താൻ എന്റെ കൂടെ വന്നേ. വരുന്നു സാർ. എന്താ സാർ എന്നെ വിളിച്ചോണ്ട് വന്നേ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അജയോട് ക്ലോസ് ആയി നടക്കരുതെന്ന്. ഓ, ഇത് എന്നോട് പറയാൻ സാർ എന്റെ ആരാ? ഞാനോ? ആം യുവർ ബോയ് ഫ്രണ്ട്. ഓ, എന്റെ ബോയ് ഫ്രണ്ട് ആണല്ലേ? സ്വന്തം പെങ്ങളെ എന്നെ എടുത്തിട്ട് കുടഞ്ഞപ്പോൾ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അത് പിന്നെ പെങ്ങളെ നീ എടുത്തിട്ട് അടിച്ചല്ലോ. അവളെ മാറ്റാൻ വേണ്ടിയായിരുന്നു ഞാൻ അത് പിന്നെ പറയാതിരുന്നത്. അത് പിന്നെ കൂടുതൽ നിങ്ങളൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി.
എന്ത് പറ്റി ഉണ്ണി? 2 ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താടാ പ്രശ്നം? ദയ, നിനക്ക് തന്നെ അറിയാം ഞാനും ആമിയും കുട്ടിക്കാലം മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന്. ആ, എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിരുന്നെന്ന്. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് ആദ്യം ഷെയർ ചെയ്യാറ് അവള്. ഇപ്പൊ എന്താടാ? ദയ, മിനിയാന്ന് അവൾ തിരിച്ചു പോയി എന്നോട് പറയാതെ. അത് മാത്രമല്ല, എന്നെ ഫോൺ വിളിച്ചിട്ട് 2 ദിവസമായി. എടാ, അവൾ എന്തെങ്കിലും തിരക്കിലായി കാണും, അതുകൊണ്ടല്ലേ വിളിക്കാതിരിക്കുന്നത്. പിന്നെ നീ സാഡാവാതെ, അവൾ നിന്നെ വിളിച്ചോളൂ. പെട്ടെന്ന് കിടക്കട്ടെ, എന്റെ കെട്ടിയവളെ കാണാനുള്ളതാ. കിടക്കുന്നില്ല ജസീനി? ശ്യാം കിടന്നോ? കുറച്ചുകൂടി പണിയുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ വരാം. ആ, ഓക്കെ. കിട്ടിയടാ അളിയാ, ഇതാ നീ ചോദിച്ച ഫോട്ടോ. വാവ്, എന്നെ ലുക്ക് എന്റെ പെണ്ണ്. ഈ ഫോട്ടോ എങ്ങനെയാടാ നീ ആ പെണ്ണിനെ കണ്ടുപിടിക്കുന്നേ? ആ, ദൈവത്തിനറിയാം. മാറടാ വഴി നിന്ന്. ഏ, എന്റെ കെട്ടിയവള് അല്ല, കെട്ടിയവൻ. എന്റെ കർത്താവേ. ഹലോ ബ്രോ എഴുന്നേക്ക്. അജു ടാ, എഴുന്നേക്കടാ. ആർ യു ഓക്കെ ബ്രോ? അയ്യോ, എന്റെ കെട്ടിയവളൊരാണായിരുന്നേ. മോനെ, നിനക്ക് എന്താടാ പറ്റിയേ? ആ, എനിക്കറിഞ്ഞൂടാ അച്ഛാ. ഇങ്ങനെ പറഞ്ഞാ മതി. അതിന് ഞാൻ എന്താ ചെയ്തേ? എന്റെ കൊച്ചിനെ മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിക്കാൻ സമ്മതിക്കാതെ കോളേജിൽ എന്തോ പറയില്ല. നിങ്ങൾ എപ്പോ കണ്ടാലും അവനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് വരാൻ വേണ്ടി പറയത്തില്ലേ? അത് 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 പിന്നെ ജെസി, അവൻ നേരത്തെ. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇതിപ്പോ ആരാ? ഞാൻ പോയി നോക്കാം. അച്ഛാ. ആ, നീ വന്നോ? ഏട്ടൻ എവിടെയാ അച്ഛാ? മുറിയിലുണ്ട്, നീ ചെല്ലങ്ങോട്ട്. ഏട്ടാ. ആ, ഇത് ആര്? എന്റെ പുന്നാര പെങ്ങളോ? ഏട്ടൻ എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ലടാ പൊന്നെ, ഞാൻ തലയിറങ്ങി ഒന്ന് വീണതാ. ഏട്ടാ. ആമിക്കുട്ടി, ഞാൻ ഓക്കെ ആടി, കരയല്ലേ പൊന്നെ. ശ്യാം വാ, അവിടെ ചേട്ടൻ അനീത്തിയോട് ഇരിക്കട്ടെ, വാ. ആ, ഓക്കെ. ഉണ്ണിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ആ. സുഖമായിരുന്നോ ഉണ്ണിയേട്ടാ? ആ, എനിക്ക് സുഖം. അതെ, നിങ്ങളൊന്ന് പുറത്തു പോകുമോ? എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. ആ, ആടാ. എന്താ ഉണ്ണിയേട്ടാ ഈ കാണിക്കുന്നേ? വിട്ട് എന്നെ. ഒരാഴ്ചയായി നീ എന്നോട് സംസാരിച്ചിട്ട്. എന്താടി നിനക്ക് പറ്റിയേ? എനിക്കെന്താ പറ്റാൻ? എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ദേ ആമി, നീ കള്ളം പറഞ്ഞാൽ എനിക്ക് അത് നന്നായി മനസ്സിലാക്കുകയെ. കാര്യം പറയണേ. ആമി മോളെ, ഇത് വീട്ടിൽ പറയണ്ടേ? എനിക്ക് പറയാൻ പേടിയാകുക. നീ പേടിക്കാതെ, ഞാൻ നാളെ തന്നെ എല്ലാവരോടും കാര്യം പറയാം. നീ കരയണ്ട കേട്ടോ. എന്നാലും എന്റെ കെട്ടിയവള്. ഹലോ മിസ്റ്റർ അജയ്. യെസ്, താനിപ്പോ ഓക്കെ അല്ലേ? ആ, ഞാൻ ഓക്കെയാണ്. ഞാൻ ശ്രീദേവ്. താൻ എന്നെ ശ്രീ എന്ന് വിളിച്ചോ. ആ ആ, ഓക്കെ ശ്രീ. തനിക്ക് വിക്കുണ്ടോ? ഇല്ല. എന്താ ചോദിച്ചേ? അല്ല, താനിരുന്ന് വിക്കിക്കൊണ്ടിരിക്കുക, അതാ ചോദിച്ചത്. ഓ, എന്നാ ഞാൻ പോണടോ, പിന്നോട് കാണാം. ആ, ഓക്കെ. സത്യേട്ടാ. ആ, എന്താ നന്ദു? സത്യേട്ടാ, നമ്മുടെ കാര്യം വീട്ടിൽ പറയണ്ടേ? പറയാം. ഈ പറയാന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ വീട്ടിൽ കല്യാണ ആലോചനയൊക്കെ തുടങ്ങി. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യം വീട്ടിൽ സംസാരിക്കണം. ആ, ഞാൻ സംസാരിക്കാം, നീ പേടിക്കാതെ. നീ ഇപ്പൊ ഓക്കെ അല്ലേ? ആ, ചെറുതായിട്ട്. ഓ, വെള്ളം ദാഹിച്ചിട്ട് വയ്യ, പോയി വെള്ളം കുടിക്കാം. അതാര്? ആമിയല്ലേ? കൂടെ ഉള്ളതാരാ? ദേവേട്ടാ, എനിക്ക് പേടിയാവുക. നീ ഇങ്ങനെ പേടിക്കാതെ എന്റെ ആമിക്കുട്ടി.
ദേ മനുഷ്യ, അച്ഛനോടും അമ്മയോടും സംസാരിക്ക്. എൻ്റെ വയറ് വീർത്തോ വരുക. അമ്മ ചോദിച്ചു നീ തടി വെച്ചല്ലോ എന്ന്. പിന്നെ വയറ്റിലൊരു കൊച്ചു കിടക്കുമ്പോ പിന്നെ വയറ് വലുതാകത്തില്ലേ? വയറ്റില് കൊച്ചോ? അയ്യോ ഏട്ടൻ. ആമി, നിന്റെ വയറ്റില് കുഞ്ഞുണ്ടോ? അതെ അതെ ഏട്ടാ. അച്ഛാ, അമ്മ ഓടി വായോ. പെട്ട്. എന്താടാ അജു കിടന്നിങ്ങനെ വിളിക്കുന്നേ? ഇതാരി? ആമി, അമ്മ എന്നോട് ക്ഷമിക്കണം. കരയല്ലേ മോളെ. അവരുടെ കല്യാണവും കഴിഞ്ഞ് ഇപ്പോൾ 2 ആഴ്ചയായി. നമുക്ക് നോക്കണ്ടേ? ആ, നമുക്ക് നോക്കാം. ആന്റി ആൻഡ് അങ്കിൾ, ഇത് എന്റെ സിസ്റ്ററാണ്, പേര് ദക്ഷ. കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ഹായ് മോളെ. ഹായ് അങ്കിള്, ഹായ് ആൻറ്റി. മോളെ പോയി ഫ്രഷ് ആയി വാ. ആമി, അവക്കുള്ള മുറി കാണിച്ചു കൊടുക്ക്. ആ ഓക്കെ അമ്മ. നീ എന്താടാ അന്തം വിട്ട് നോക്കുന്നേ? ദേ, ഇതാണ് അജുവോടെ സ്വപ്നത്തിൽ കൊണ്ട കെട്ടിയവള്. ഓ ശരിക്കും എന്നാ അടിപൊളി കൊച്ചല്ലേ? ഹായ്, എന്റെ കെട്ടിയവള് എന്നാ സുന്ദരിയാ. ഡോ, താൻ ആരാടോ? ഹായ്, അജയ് ഷാം. കുഴിയുടെ പേരെന്താണ്? ദക്ഷ. വൗ, നൈസ് നെയിം. എന്താ ഇവിടെ? ആ അളിയ, ഇത് അളിയന്റെ പെങ്ങളാണോ? അതേടാ അളിയ. അതെ, എനിക്കൊന്ന് ഷോപ്പിങ്ങിൽ പോണം, ഒന്ന് കൂടെ വരുവോ? അതിനെന്താ പക്ഷേ, ഞാൻ വരാലോ. അജൂട്ടാ, നന്ദുട്ടി. ഇതിപ്പോ ആരാ? അജൂട്ടാ, ഇതാരാടാ? ഓ, ഇത് ശ്രീയുടെ സിസ്റ്ററാണ്, പേര് ദക്ഷ. ഓ ഹായ്, ഐ എം നന്ദന. ഹലോ, ഐ എം ദക്ഷ. പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് സീരിയസ് ആയി സംസാരിക്കണം. ആ ഓക്കെ, നീ ഇങ്ങോട്ട് വാ. ഇപ്പോ എന്തിനാ മാറ്റി നിർത്തി സംസാരിക്കുന്നേ? അവരെന്തായിരിക്കും സംസാരിക്കുന്നേ? അജു, നാളെ എൻ്റെ കല്യാണാണ്. ആരായിട്ട്? നമ്മുടെ സത്യ സാറായിട്ടാണോ? അല്ലടാ, ഇത് വേറെ ആളായിട്ട്. അപ്പോ ഒളിച്ചോടാനാണ് പ്ലാൻ. അതെ, നീ ഒന്ന് സഹായിക്കോ? അതിനെന്താടാ, ഞാൻ സഹായിക്കാതെ പിന്നെ ആര് സഹായിക്കാനാ നിന്നെ? ഓ താങ്ക് യു സോ മച്ച് എടാ മുത്തേ. ഹലോ നന്ദുട്ടി, നീ റെഡിയായി നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം, എന്നിട്ട് ഒളിച്ചോടാം. അജയ് ഓടിച്ചുവിടാൻ പോകുവാണോ? സമ്മതിക്കില്ല ഞാൻ. എന്റെ ചെറുക്കനെ ഞാൻ വേറെ ആർക്കും വിട്ടു തരൂല. ഞാനും വരുന്നുണ്ട്. ഓക്കെ, വാ. അജു, ആ വാ. നിങ്ങളെ രണ്ടുപേരും ഞാൻ പൊളിച്ചോടാൻ സമ്മതിക്കും. നോക്കിയിരുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ മാമ. എന്താ മോളെ? മാമൻ ഈ കല്യാണ പെണ്ണിന്റെ ആരായി വരും? ഓ ഞാനോ? ഞാൻ ആ കുട്ടിയുടെ അമ്മാവനായി വരും മോളെ. ഓ അമ്മാവനാണല്ലേ. പിന്നെ പെൺകുട്ടി ഇതേ ഒളിച്ചോടി പോകുക. അയ്യോ, എന്താ? വാ പോകാം. ആ ഓക്കെ. കല്യാണ പെണ്ണ് ഒളിച്ചോടിയേ. ഓടിക്കോ നന്ദു. ഇതിപ്പോ ആരാ? ഇയാളാരാ? ആ കൊണ്ടുവന്നോ, കയറി വാ. ഓക്കേ. അങ്ങനെ സത്യേട്ടനും പെണ്ണ് കിട്ടി. അല്ലടാ അളിയാജു, നിനക്ക് എപ്പോഴാ പെണ്ണ് കെട്ടുന്നൊന്നുമില്ലേ? ദേ, ഇവളങ്ങ് സമ്മതിച്ചാ മതി, ഞാൻ എപ്പോ കെട്ടിയെന്ന് ചോദിച്ചാൽ മതി. ആ പെങ്ങളെ, ഒന്ന് സമ്മതിച്ചു കൊടുത്തേക്ക്. എന്നാ ശരി, വാ ദക്ഷ. അജുവിന് എന്നെ ഇഷ്ടാണോ? അതെ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സത്യാണല്ലോ? അതെ, എനിക്കും അജുവിനെ ഇഷ്ടമാണ്. എന്നാ നമുക്കങ്ങ് കേട്ടാം. എനിക്ക് ഓക്കെയാണ്. ദേ അജു, എഴുന്നേക്ക്, സമയം ഒരുപാടായി. ആ എഴുന്നേക്കാം.